ആമീൻ. തുടർന്ന സമയങ്ങളിൽ നമുക്ക് പാട്ടുകൾ പാടി ആരാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയമാണ്. തുടർന്ന സമയങ്ങളിൽ ഭക്തിപ്പേടിയാൻ എബിൻ മോനെ ദൈവനാഥത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തിരുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. അല്പനേരം നമുക്ക് പാട്ടുപാടി ആരാധിക്കാം. എനിക്കായി കരുതുന്നവൻ വാദങ്ങൾ വായിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. അലക്സാണ്ടർ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അലക്സാണ്ടർ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കെന്നറിയുന്നു ഞാൻ. അനിതയിൽ വീണാലും അവിടെ ഞാൻ ഏൽക്കനല്ല, എതിരിൽ വീണാലും അവിടെ ഞാൻ ഏൽക്കനല്ല. വീഴുന്നത് തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്ക് എന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ. മോനെ കേൾക്കുന്നില്ല കേട്ടോ. ഹലോ, കടന്നിടുമ്പോ ശോധനം കടന്നിടുമ്പോൾ നടക്കുന്ന യേശുവത്തെ ഞാനവൻ കരങ്ങളില്ല. നടക്കുന്ന യേശുവത്തെ ഞാനവൻ കരങ്ങളില്ല. ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിട്ടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിട്ടും. അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന്
എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്നുള്ളമേ സ്തുതിക്കാമേ ഹരമേ, നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന ശിരശീൽ ചണ്ഡി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു വീഡിയോ ഓഫ് ആക്കിയിട്ട് പാട്ട് പാടിക്കോ, പതറിച്ചുണ്ട്. പാപരോഗത്താൽ നീ വലഞ്ഞു ചെല്ലുമാശയില്ലാതലഞ്ഞു. വരം കേണിടുമ്പോൾ തിരമേണി അതിൽ നിന്ന് വ്യാധിയെല്ലാം വഹിച്ചു. പരമേണിടുമ്പോൾ തിരുമേണി അതിൽ നിന്ന് വ്യാധിയെല്ലാം വഹിച്ചു. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആമേൻ. മോനെ, ഗോഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ട് പാടിയ മോന് വേണ്ടി, ഇന്നത്തെ മീറ്റിംഗിന് വേണ്ടി, ഇന്ന് മീറ്റിംഗ് പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാ വിഷയങ്ങളെ ഓർത്ത് ചുരുക്കം ചില വാക്കുകളിൽ തുണിപ്പിടിപ്പാണ്ടി പറഞ്ഞിട്ട്. സ്തോത്രം സ്തോത്രം. സ്വർഗവാനായ ദൈവമേ, നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ.
അപ്പൊ ആടികൾ ഒരുമിച്ച് കർത്താവെ സുമീറ്റിംഗായ അങ്ങയുടെ പാദപീഠത്തിൽ താണിരിക്കുന്ന കർത്താവെ, അപ്പൊ ആദ്യോടന്തം അങ്ങയുടെ സാന്നിധ്യം കൃപയും കൊണ്ട് അടികളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാട്ടുപാടിയ പ്രിയ പൈതലിനെ അപ്പച്ചന്റെ സ്ഥലങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ദൈവകൃപയോടെ കർത്താവെ പാടുവാനുള്ള ദൈവ സാന്നിധ്യത്തോടെ പാടുവാൻ കർത്താവെ പ്രിയ കുഞ്ഞിനെ അവിടെ ഇടയാക്കിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം കർത്താവെ. കൂടി വന്ന ഞങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. വചന ശുശ്രൂഷയുമായി കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പാടിന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ ആത്മീയ മർമ്മങ്ങളെ തിരിച്ചറിയുവാനുള്ള ദൈവകൃപ ഹല്ലേലൂയ ദൈവദാസനോട് ഞങ്ങൾക്ക് പകർന്നു തരുന്നത് ഓർത്ത് നന്ദിയോട് സ്തോത്രം കർത്താവെ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത്യന്തം ഹല്ലേലൂയ അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ദൈവ സാന്നിധ്യത്തിൽ അടികളെ അവിടെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ വചനം വായിപ്പാനൊക്കെ അടികളെ അവിടുന്ന് ഓരോരുത്തരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പാസ്റ്റർ ജോസി സിസ്റ്ററിനെ അപ്പൊ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. മഹത്വം എല്ലാം അങ്ങ് എടുത്താട്ടെ. ദൈവകൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. എല്ലാം പൊന്നേശിപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ബഹുമാനവും കർത്താപ്രിയദാസനുമായ കർത്താപ്രിയദാസൻ CV ആൻഡ്രോസ് അവറുകൾ നമ്മുടെ മധ്യേ ജോയിനിടെ തുടർന്ന സമയങ്ങളിൽ കർത്താപ്രിയദാസനെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം പരമ്പരയിൽ ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ ബൈബിൾ ക്ലാസ്സിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് അന്ന് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി സ്തുതിക്കുന്നു. ബിൻമോന്റെ മനോഹരമായ ഗാനം കേട്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിച്ചു. പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ഭാവിയിൽ നല്ല ഒരു പാട്ടുകാരനായി അനേക സ്റ്റേജുകളിൽ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാട്ടുകാരായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര് ഫ്ലോറിഡയിൽ നിന്ന് മെനിയും അമലായും ആദ്യമേ ഒരു പാട്ട് പാടും, അവസാനം ഒരു പാട്ട് പാടും. അപ്പോൾ ആദ്യമേ ഒരു പാട്ട് പാടിയതിനു ശേഷം ഞാൻ തുടർന്ന് ക്ലാസ് എടുക്കുന്നതായിരിക്കും. മെനി അമല ഒരു പാസ്റ്ററുടെ ഭാര്യയും മോളുമാണ്. റോക്കി പാസ്റ്റർ. ബഹുമാനപ്പെട്ട കർത്തദാസനും ആൻഡ്രൂസ് പാസ്റ്ററിനും കടന്നു വന്ന എല്ലാ ദേവദാസന്മാർക്കും മക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അത്ഭുത രക്ഷകൻ യേശു ജാതനായി ധരയിൽ ജീവൻ വെടിഞ്ഞെന്നെ വീണ്ടും വാങ്ങിയെന്നെ തനിക്കായി, ഓ വാങ്ങിയെന്നെ തനിക്കായി. എന്തൊരു അത്ഭുത സ്നേഹം വികളാം നരർക്കായി ചിന്തിയ ക്രൂശിലെ രക്തം ചിന്താതീതം വരനേ. വാനവും ഭൂമിയും തന്റെ വാക്കിനാൽ നിർമ്മിച്ചവൻ, തന്നാൽ സാധ്യമൊന്നില്ല, സർവശക്തൻ യഹോവ, ഓ സർവശക്തൻ യഹോവ. എന്തൊരു അത്ഭുത സ്നേഹം പാപികളാം നരർക്കായി ചിന്തിയ ക്രൂശിലെ രക്തം ചിന്താതീതം പരനേ. വഴിയും സത്യവും ജീവൻ നിത്യപ്രകാശമവൻ, ആദ്യനും അന്ത്യനും യേശു സ്വർഗത്തിൽ വാഴുന്നു, ഓ സ്വർഗത്തിൽ വാഴുന്നു. എന്തൊരു അത്ഭുത സ്നേഹം പാപികളാം നരർക്കായി ചിന്തിയ ക്രൂശിലെ രക്തം ചിന്താതീതം പരനേ. വേഗം വരുന്നവൻ യേശു സ്വർഗീയ സൈന്യമതായി, മേഘത്തിൽ എന്നെയും ചേർക്കും, തൻ വാക്കിനു മാറ്റമില്ല, ഓ വാക്കിനു മാറ്റമില്ല. എന്തൊരു അത്ഭുത സ്നേഹം പാപി
പാപികളാം നരർക്കായി ചിന്തിയ ക്രൂശിലെ രക്തം ചിന്താതീതം പരനേ അത്ഭുത രക്ഷകൻ യേശു ജാതനായി ധരയിൽ ജീവൻ വെടിഞ്ഞെന്നെ വീണ്ടു വാങ്ങി എന്നെ തനിക്കായി ഓ വാങ്ങി എന്നെ തനിക്കായി വാങ്ങി എന്നെ തനിക്കായി. Praise the Lord. താങ്ക് യു മിനി. അമല, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസാനവും അവർ ഇന്നൊരു പാട്ട് കേൾക്കാം. അമേരിക്കയിൽ ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്നാണ് അവർ ഈ പാട്ട് പാടിയത്. അവിൻപോനെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 9ാമത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ അൽക്കയും ഒമേഗയും ആകുന്നു എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. വീഡിയോ ഓൺ ചെയ്ത് വായിച്ച മോളെ, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അൽഫയും വായിക്കാം. ഞാൻ അൽക്കയും ഒമേഗയും ആകുന്നു എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു എന്നുള്ള വിഷയമാണ്. കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ സിബി തോമസ്, പാസ്റ്റർ ജോസഫ് ഇവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന തോമസ് ചാക്കോ അങ്കിൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ബൈബിൾ വായനയെ സഹായിക്കാൻ നമുക്ക് 3 പേരുണ്ട്. നിങ്ങൾ മാറി മാറി വായിച്ച് സഹായിച്ചാൽ നിങ്ങൾക്കും ഒരാശ്വാസം, എനിക്കും ഒരാശ്വാസം, കേൾക്കുന്നവർക്കും ഒരിമ്പം. അതുകൊണ്ട് നിങ്ങൾ മാറി മാറി വായിപ്പാൻ തക്കുന്നു ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ സുനു വായിച്ച വാക്യം, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. വീഡിയോ ഓൺ ചെയ്തേ വായിക്കാവുള്ളൂ. ഇത് 20,000 ആൾക്കാർക്ക് പോകുന്ന, 20,000 പേർക്ക് പോകുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ അന്ധകാരത്തിൽ ഇരുന്ന് വായിക്കരുത്. വായിക്കുന്ന പ്രിയപ്പെട്ടവര് വീഡിയോ ഓൺ ചെയ്യണം. അല്ലെങ്കിൽ വായിക്കണ്ട, ഞാൻ തന്നെ വായിച്ചോളാം. വീഡിയോ ഓൺ ചെയ്ത് വേണം വായിക്കാൻ. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ കഴിഞ്ഞ 8 ക്ലാസ്സുകളിൽ നമ്മൾ ആഴമായ ചില വിഷയങ്ങൾ ചിന്തിപ്പാൻ വേണ്ടിയായി. അതിൽ 7ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു മേഘാരൂഢനായി വരുന്ന പരസ്യ വരവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. ആ പരസ്യ വരവിനെ കുറിച്ച് അതിന്റെ ആഴം അതെന്തുമാത്രം ഉണ്ടെന്നുള്ള കഴിഞ്ഞ ആഴ്ച 1 മണിക്കൂറത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കുവാൻ ഇടയായി. ഈ പരസ്യ വരവിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് ഒന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ലോകം അത് അറിയണം. മുഖവര കേട്ടുപോയാൽ മാത്രം വരാം. യേശു ആരാണെന്ന് വ്യക്തമായി തന്നെ ഒന്ന് മനസ്സിലാക്കത്തക്ക നിലയിലാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ക്രമീകരണം. വെളിപ്പാട് പുസ്തകം എത്ര ഭാഗമായി തിരിച്ചിരിക്കുന്നു ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിപ്പാണ്. 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇതൊക്കെ ഞാൻ ചോദ്യമൊക്കെ ചോദിക്കാതെ അപ്പൊ നിങ്ങളുടെ ഉറങ്ങത്തില്ല. അല്ലെങ്കിൽ എന്റെ പരിക്കാത്ത ആരും ഉറങ്ങാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. അപ്പം വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. 1-ന്റെ 19 നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിക്കാം. നീ കണ്ടതാണ് 1-ാം അധ്യായം. പ്രത്യേകിച്ച് 11 മുതലുള്ള വാക്യം. 2-3 അധ്യായങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതായത് നമ്മളിപ്പോ കൃപായുഗത്തിലാണ്. കൃപായുഗത്തെ കാണിക്കുന്നതാണ് 2-3 അധ്യായങ്ങൾ. ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതാണ് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളുടെ സബ്ജക്റ്റ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതാണ്. അമേരിക്കയിൽ നിന്ന് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ PB മാത്യു, ഒരു സീനിയർ പാസ്റ്ററാണ്, 88 വയസ്സുണ്ട്. അത് ആ കർത്തദാസനും നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അവരൊക്കെ നമ്മുടെ ബൈബിൾ ക്ലാസ്സിലുള്ളത് വളരെ അനുഗ്രഹമാണ്. അപ്പൊ ഇവിടെ ഭാവി സംഭവിക്കാനുള്ളതാണ് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള വിഷയം. ഇപ്പോൾ യേശുക്രിസ്തു മേഘാരൂഢനായി വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ പുസ്തകം എഴുതാൻ വേണ്ടി 4 പ്രാവശ്യം ആത്മാവിലായി യോഹന്നാൻ.
അത് ഓർക്കണം. അറിയാമല്ലോ അല്ലേ? 1 അധ്യായം 10 വാക്യം, കറുത്ത ദിവസം ഞാൻ ആത്മാവിലായി. 4 അധ്യായം 2 വാക്യം, സ്വർഗത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ആത്മാവിലായി, ആത്മവിശുദ്ധനായി. 17 അധ്യായം 3 വാക്യം, അന്ത്യക്രിസ്തുവിന്റെ മണവാട്ടിയെ കാണാൻ വേണ്ടി യോഹന്നാൻ ആത്മാവിലായി. 21 അധ്യായം 10 വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയെ കാണുവാനും യോഹന്നാൻ ആത്മാവിലായി. ഇതൊക്കെ ആത്മാവിന്റെ ശക്തിയോടെ വേണം നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ. ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അല്പസമയത്തെ വിഷയം 8-9 വാക്യങ്ങൾ ഇന്ന് തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു, കർത്താവ് മേഘാരൂഢനായിട്ടുള്ള പ്രത്യക്ഷത അത് ശക്തിയായിട്ട് പറഞ്ഞതിന് ശേഷം അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഏത് കണ്ണും കാണും, ഉവ്വ് ആമേൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളത് പറഞ്ഞിട്ട് പറയാണ്, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയമാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ 1ാമത്തെ അക്ഷരമാലയാണ് അൽഫ, അവസാനത്തതാണ് ഒമേഗ. അൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറഞ്ഞാൽ 1ാമത്തവനും ഒടുക്കത്തവനുമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും ആദ്യ അവനാണ്, എല്ലാത്തിന്റെയും അവസാനവും നമ്മുടെ ദൈവമാണ്. പിതാവായ ദൈവത്തെക്കുറിച്ചും ഇതേ കാര്യം തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് പുത്രനായ കർത്താവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ദൈവിക ത്രിയേകത്വം നമ്മൾ ആഴമായി പഠിക്കേണ്ട സബ്ജക്റ്റാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു ദിവസം 1 മണിക്കൂർ ആ തൃത്വത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇവിടെ ഈ 1-ാം അധ്യായം തന്നെ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെങ്കിൽ നമ്മുടെ ആ ഭാഗം അങ്ങ് പെട്ടെന്ന് വിട്ടുപോയി. അതുകൊണ്ട് എല്ലാ വെളിപ്പാട് പുസ്തകത്തിൽ മൊത്തം ദൈവിക ത്രിയേകത്വം ഇറങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഇവിടെ യേശുക്രിസ്തു ആരാണെന്ന് പറയുകയാണ്. ഞാൻ അൽഫയും എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യനും 1ാമത്തവനും. ഒമേഗ ഗ്രീക്ക് അക്ഷരമാലയിലെ നമുക്ക് ABCD എന്നുള്ളതിന് 26 അക്ഷരം ഉള്ളത് പോലെ തന്നെ ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാണ് അൽഫ, അവസാനത്തെ അക്ഷരമാണ് ഒമേഗ. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ, പിതാവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം വായിക്കാം. യെശയ്യാ 44:6 വായിച്ചാൽ. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നോക്കണമേ, ദൈവം, യഹോവയായ ദൈവം പറയാണ്, സർവശക്തനായ ദൈവം പറയാണ്, ഞാനല്ലാതെ വേറെ ദൈവം ഇല്ല. ഞാൻ ആദ്യനുമാണ്, ഞാൻ അന്ത്യനുമാണ്. അപ്പം ദൈവത്തെക്കുറിച്ച് പിതാവായ ദൈവം തന്നെ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നത്. ഞാനല്ലാതെ വേറെ ദൈവം ഇല്ല, വേറെ ദൈവം വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. അന്യദേവനെ കൈക്കൊള്ളുന്നതിന്റെ വേദന വർദ്ധിക്കുകയും ചെയ്യും. ഇസ്രായേൽ ജനം പലപ്പോഴും അവരുടെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞ ജീവനുള്ള ദൈവത്തെ വിട്ട് അവർ ഊമ വിഗ്രഹങ്ങളെ ആരാധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ഭൂമിയിൽ യാതൊന്നിന്റെ പ്രതിമയെങ്കിലും സാദൃശ്യമെങ്കിലും നമസ്കരിക്കുകയോ കുമ്പിടുകയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അവർ അനുസരണം കെട്ട് അവർ ദൈവത്തോട് പെറുപിറുത്ത് അവർ ബിംബങ്ങളെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്ത കൂട്ടരാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം കഠിന വേദന അനുഭവിക്കേണ്ടതായി വന്നത്. അതേ ദൈവം തന്നെ യെശയ്യാ 48:12 പറയുന്നത് എന്താന്ന് വായിച്ച്. 42:12. ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ, എന്റെ വാക്ക് കേൾക്ക, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു. ഇസ്രായേൽ പറയാണ്, ഞാൻ യഹോവ, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്. 1ാമത്തവനാണ്, ഒടുക്കത്തവനാണ്, ഞാൻ തന്നെയാണ് യഹോവ. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ഏക ദൈവത്തെ, നമ്മുടെ ശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ട് ദൈവം നമുക്ക് ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കാം. ഈ പറയുന്ന ഭാഗം ദൈവത്തിന്റെ നിത്യ അവസ്ഥയെ കാണിക്കുന്നതാണ്. അടുത്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. ആ പ്രയോഗം നമ്മൾ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും കാണുന്നു. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നവനായിരുന്നു. ഒരേ ദൈവം, ഒരേ സാരാംശം, പിതാവിന്റെ മടിയിൽ പ്രബോധിച്ചുകൊണ്ടിരുന്നവനാണ്. യോഹന്നാൻ 1:18 ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. അവന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ രണ്ടാമത് വായിക്കുന്ന ഇരുന്നവൻ എന്നുള്ള പ്രയോഗം ദൈവത്തിന്റെ വചനത്തിൽ പല ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അവസാന 19-20 വാക്യങ്ങൾ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തിട്ട് പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ച് അവർക്ക് സൗഖ്യം വരും. ഭൂതങ്ങളുടെ മേൽ നിങ്ങൾക്ക് അധികാരം തരുന്നു. നിങ്ങൾ പൊതുഭാഷയിൽ സംസാരിക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ തുറന്നുള്ള ഭാഗങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിലാണ് കാണാൻ കഴിയുന്നത്. 1 മുതലുള്ള വാക്യം അവിടെ താഴോട്ട് വായിക്കുമ്പോൾ 6-7 വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുന്ന വേളയിൽ ഈ ഒലിവുകളുടെ മുകളിൽ വെച്ച് പറഞ്ഞാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അവിടെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 19-20 വാക്യം വായിക്കുന്നത് അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്നാ വായിക്കുന്നത്. ഇരിക്കുന്നവൻ ഇവിടെ വരുന്നതിന് മുമ്പ് അവൻ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നു. ഇപ്പോൾ അവിടെ ഇരിക്കുന്നു, വലത്ത് ഭാഗത്തിരിക്കുന്നു, വലത്ത് ഭാഗത്ത് ഇരുന്നു എന്ന് വായിക്കുന്നു. അതുപോലെ തന്നെ എബ്രായ ലേഖനം പല ഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇരുന്നവൻ എന്ന് വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 3-ാം വാക്യം, 8-ാം അധ്യായം 1-ാം വാക്യം, 9-ാം അധ്യായത്തില്, 10-ാം അധ്യായത്തില് ഇവിടൊക്കെ വായിക്കുമ്പോൾ അവൻ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. അതുപോലെ തന്നെ എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വിശ്വാസനായനും പൂർത്തിവരുന്നതായി യേശുവിനെ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവൻ എന്ന് നമ്മൾ വായിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇപ്പോൾ അവൻ പിതാവിന്റെ വലത്തുഭാഗത്താണ് ഇരിക്കുന്നത്. എന്ന ഒരു സമയത്ത് എഴുന്നേറ്റു. സ്തേഫാനോസിന്റെ മരണത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 56 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്തേഫാനോസിനെ കല്ലെറിയുന്ന സന്ദർഭത്തിൽ അവന്റെ നേരെ പല്ല് കടിച്ചുകൊണ്ട് വന്ന സന്ദർഭം ഉണ്ടല്ലോ. അവൻ സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു, ഇതാ സ്വർഗം തുറന്ന്. എത്ര സന്തോഷം തോന്നില്ല ആ ചെറുപ്പക്കാരനെ. മരണമാണ് മുന്നേ നിൽക്കുന്നത്. ഞാൻ ഈ സ്തേഫാനോസിന്റെ ആ സഞ്ചയം, ആ ഉത്സാഹം, ദൈവമായിട്ടുള്ള ബന്ധം, ചെറുപ്പക്കാരന് വളരെ ബാല്യപ്രായത്തിൽ ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വന്നു. ആ സുന്ദരമായ മുഖം കണ്ട ആരാ കല്ലെറിയുന്നത്? ഇതുള്ളത് തന്നെ എന്ന് വെച്ചപ്പം അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. അതേ അവനൊരു വലിയ പ്രസംഗം ചെയ്തപ്പോൾ അവൻ പല്ല് കടിച്ചു. ആരും രക്ഷിക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ കോപപരേശ്വരായി പല്ല് കടിച്ച് അവന്റെ നേരെ പാഞ്ഞു വന്നു. അപ്പോൾ അവന്റെ നേരെ പാഞ്ഞു വന്നപ്പോൾ അവൻ സ്വർഗത്തേക്ക് നോക്കി. നമ്മൾ നാലിച്ച് നോക്കിയേ, അയ്യോ കല്ലെവിടുന്നാ വരുന്നത്, ഇങ്ങനെ നോക്കുമായിരുന്നോ? നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ കല്ല് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. രക്തസാക്ഷിയായി മരിച്ച സ്തേഫാനോസ് അവൻ സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ പറയാണ്, സ്വർഗം തുറന്നിരിക്കുന്നു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇപ്പൊ യേശു നിൽക്കുക, ഇരുന്നവൻ നിൽക്കുന്നു. നമ്മുടെ പരിശോധന പ്രയാസങ്ങൾ വരുമ്പോണ്ടല്ലോ, നമ്മുടെ കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഒറ്റയ്ക്ക് ഇതെല്ലാം അനുഭവിക്കുന്ന അല്ല ദൈവമക്കളെ. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ പരിശോധനയിൽ, നമ്മുടെ പരീക്ഷയിൽ നമ്മളോട് സഹതാപം കാണിക്കുന്ന നമ്മുടെ കർത്താവാണ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഇവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ. ആ ഉത്തർപ്രദേശത്തെ ഒരു ജോസ്, അദ്ദേഹത്തിന്റെ പാസ്റ്ററിന് ഭാര്യ, അവര് 8 മാസം ജയിലിൽ കിടന്നു. സുവിശേഷ പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ 8 മാസം ജയിലിൽ കിടന്ന് എപ്പോഴും ഞങ്ങളും ഈ കോണ്ടാക്ട് ഉണ്ട്. 8 മാസം ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹത്തെ അവിടുന്ന് ജാമ്യത്തിലിറക്കി 30 പ്രാവശ്യം വിചാരണ ചെയ്തു. ഇന്ന് 30 പ്രാവശ്യം വിചാരണ ചെയ്ത ശേഷം ഇന്ന് കോടതി വിധിച്ചു,
ഇദ്ദേഹം കുറ്റക്കാരനാണ്. ഇന്നലെ കോടതി വെച്ചു. എന്തൊരു സങ്കടമാണ്. ഇനിയും 25-ാം തീയതിക്ക് വിധി മാറ്റി വെച്ചിരിക്കുക. എന്താ സംഭവിക്കുന്ന അറിയാൻ മേല. അത്രമാത്രം പീഡനം നടക്കുന്ന അദ്ദേഹത്തിന്റെ ആ വിധി കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്നെനിക്ക് വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ചാണ് അവിടെ കടന്നു ചെന്നത്. പ്രാർത്ഥന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ഇനി 25-ാം തീയതി വിധി മാറ്റി വെച്ചിരിക്കുകയാണ്. എന്താണ് വിധി എന്ന് അറിയത്തില്ല. അന്ത്യം വരെ ജയിലിൽ കിടക്കാനാണോ അതോ ഏതാ ശിക്ഷ കൊടുക്കുന്ന അറിയാൻ വേണ്ട. അദ്ദേഹം നിരാശനായി ഇപ്പോൾ ആശുപത്രി അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വെപ്രാളം വളരെയധികം കൂടിയിരിക്കുകയാണ്. തൻ്റെ ഭാര്യയെ അവർ കസ്റ്റഡിയിലെടുത്തു. പ്രായമുള്ള പാസ്റ്ററും ഭാര്യയെ. ഞാനിന്ന് ആ ഫോട്ടോ വെച്ച് ഒരുപാട് സമയം പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇത് നോക്കിക്കൊണ്ടിരിക്കുകയല്ല. ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ചിലർക്ക് രക്തസാക്ഷിയായിട്ട് മരിക്കണം, ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അത് ദൈവത്തിന്റെ പ്ലാനാണ്. ആ വിധിയെ നമുക്ക് മാറ്റാൻ തക്കണൊക്കത്തില്ല. അങ്ങനെ ഒരു മരണം ഉണ്ടായാൽ, അങ്ങനെ ഒരു വിധി ഉണ്ടായാൽ അതിന്റെ മധ്യത്തിൽ ക്രിസ്തീയ മാർഗം തകരുകയല്ല, ക്രിസ്തീയ മാർഗം വർദ്ധിക്കുകയാണ്. അതാണ് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. സ്തെഫാനോസ് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവമകത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഉടനെ അവർ കല്ലെറിയായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞത്, നമ്മുടെ കഷ്ടതയിൽ നമ്മളോട് കൂടെ നമ്മളെ സ്വീകരിക്കാൻ തക്കണം തയ്യാറായി നമ്മുടെ കർത്താവ് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത വിഷയം, വരുന്നവൻ. യേശു വരുന്നവനാണ്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ശരിയായിട്ടുള്ള പ്രത്യക്ഷത വിവരിച്ചിരിക്കുന്നത്. ആ വരവ് ഇതുവരെ നടന്നില്ല. ഇപ്പൊ നമ്മൾ ആ വരവിനെ കുറിച്ച് മുൻകൂട്ടി പറയേണ്ട ആവശ്യമില്ല. യേശു വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എബ്രായലേഖനം 10:37 വായിക്കുന്നു, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും ഇറങ്ങി വരും. ഈ ദിവസങ്ങളിൽ എനിക്ക് പറയാൻ തക്കണുള്ളത്, ഞാനിപ്പോൾ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ അതേ വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ 3-ാം ലോകമഹായുദ്ധമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയും ഇസ്രായേലും തമ്മിലുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന യുദ്ധത്തെക്കുറിച്ച്, ആ യുദ്ധം 3-ാം ലോകമഹായുദ്ധം, എസെക്കിയേൽ പ്രവചനം 38-39 ഈ 2 അധ്യായങ്ങളിൽ രാജ്യങ്ങൾ സഹിതം വ്യക്തമായി പ്രവാചനായ എസെക്കിയേലിന് ദൈവം കാണിച്ചു കൊടുത്തത് 2 അധ്യായങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു യുദ്ധം. അപ്പൊ ഞാൻ ആ യുദ്ധത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത സന്ദർഭത്തിൽ ഞാൻ പറയുണ്ടായി, ദൈവമക്കളെ, ഈ യുദ്ധത്തിന് വഴിയൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താമസിയാതെ, ഇനി എത്രയും താമസിയാതെ നമ്മുടെ കർത്താവ് വരും. അടുത്ത ഉടൻ തന്നെ നടക്കേണ്ടത് കർത്താവിന്റെ പ്രത്യക്ഷതയാണ്. ഈ പ്രത്യക്ഷതയ്ക്കായി നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കണം. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുക മാത്രമല്ല, ഇത് പഠിച്ചു തീർക്കാൻ തക്ക നമ്മളെ കൊണ്ട് ഒക്കോ ഇല്ലോന്ന് അറിയത്തില്ല. ഞാനത് വിചാരിക്കുന്നുമില്ല. കാരണം കർത്താവിന്റെ വരവ് അടുത്തയാഴ്ച ക്ലാസ് നടക്കുമെന്നും എനിക്കറിയത്തില്ല. അതിനു മുമ്പ് നമ്മുടെ കർത്താവ് വന്നിരിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മൾ ഏത് സമയത്തും ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്ന് ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം അതാണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഇരിക്കുന്നവന്, ഇരുന്നവന്, വരുന്നവനുമായ അടുത്ത വാചകം, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അതേ നാട്ടിൽ നിന്ന്, പെരുമ്പാവൂരിൽ നിന്ന് മുഹമ്മദ് ഈശായുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞാണോ എനിക്കറിയത്തില്ല. മുഹമ്മദ് ഈസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. അദ്ദേഹം പോയി മുസ്ലിമിന്റെ മാർഗം സ്വീകരിച്ചു. അപ്പൊ മുസ്ലിമിന്റെ പാഠം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ മുഹമ്മദ് ഈസ അടിച്ചാൽ കാണാൻ തക്കണം കഴിയും. ഞാൻ അദ്ദേഹത്തിന് തക്കതായ മറുപടി കൊടുത്ത് ഞാൻ പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടപ്പുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ വലിയ ബഹുമാനമാണ്. എന്നോട് വളരെ ശാന്തമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തു ദൈവമാണെന്ന് യേശു പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, യേശു പറഞ്ഞിട്ടുണ്ട്, ഒന്നൊന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വാക്യം എടുത്ത് കാണിച്ചു. ഈ വാക്യമാണ്, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ കർത്താവ് പറയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഞാൻ പിന്നെ അദ്ദേഹത്തോട് ഒരു ചോദ്യം ശാന്തമായിട്ട് ചോദിച്ചു. ഒരു മുടന്തൻ നടക്കുമ്പോൾ അവൻ മുടന്തനാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അവന് നടപ്പാണെന്ന് അറിയത്തില്ല, അവൻ മുടന്തനാണ്. ഇവൻ മുടന്തനാണെന്ന് അറിയാണ്ട് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, അവൻ മുടന്തനാണെന്ന് ഇല്ല.
അവൻ ചട്ടിച്ചിട്ട് നടക്കുമ്പോൾ അവൻ മുടന്തനാണെന്ന് അറിയാം. ഒരു കണ്ണുപൊട്ടൻ, അദ്ദേഹം കണ്ണുപൊട്ടനാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കാണുമ്പോൾ അറിയരുതോ കണ്ണുപൊട്ടനാണെന്ന്? ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യമുണ്ടല്ലോ. എന്താണെന്നറിയാമോ? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കാൻ തക്ക ഒക്കത്തില്ലെങ്കിൽ എന്റെ പ്രവൃത്തിയിൽ വിശ്വസിപ്പീൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുക. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, എന്റെ പ്രവൃത്തിയിൽ വിശ്വസിപ്പീൻ. യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തി യോഹന്നാൻ പറയുന്നത് എന്താണെന്നറിയാമോ? അത് പ്രവൃത്തികൾ മാത്രം അങ്ങോട്ട് എടുത്ത് പറയാൻ പോയാൽ ഈ ഭൂലോകത്തിന് ഒന്നും അത് ഒതുങ്ങാത്ത പോലെയാണ് ദൈവം കർത്താവായ യേശു ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. യേശുവിന്റെ പ്രവർത്തനം കാരണം പറയാം യേശു ദൈവമാണെന്ന്. മരിച്ചവരെ ഉയർപ്പിച്ചവൻ, കാറ്റിനെയും കടലിനെയും അടക്കിയവൻ. പിശാചുക്കളെല്ലാം അവന്റെ പേര് കേൾക്കുമ്പം വിറച്ച് വീഴുന്നു. അത്രമാത്രം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അവർ അവനെ ക്രൂശിപ്പാൻ തക്കൊണ്ട് ഏൽപ്പിച്ചു. യേശു ക്രിസ്തു ദൈവമാണ്. സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് ഈ വാക്യമുണ്ടല്ലോ, സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് വേദോസത്തിൽ 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 10 പ്രാവശ്യം. അതിൽ 9 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് 10 പ്രാവശ്യം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. അതിൽ 9 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിലാണ് കാണുന്നത്. മാറി മാറി വായിക്കാം, നമുക്ക് വായിച്ചു നോക്കത്തും. ആദ്യം വായിച്ചു, ഇപ്പൊ നമ്മൾ വായിച്ചു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്തു. അതാണ് 1-ാമത്തെ പ്രാവശ്യം. 2-ാമത്തത് മാറി മാറി വായിക്കണേ, കാരണം അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമില് ഒരുപാട് പേര് വീഡിയോ തുറന്നിട്ടില്ല. ഉറങ്ങുവാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ കേൾക്കുമായിരിക്കും. കാരണം അവിടുത്തെ ചൂടും ഇടിവെട്ടും ഒക്കെ കാരണം കൊണ്ട് ഇതുപോലെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, വേർതിരിക്കായിരിക്കും. അതുകൊണ്ടാണ് അവർ രംഗത്ത് വരാതിരിക്കുന്നത്. പക്ഷേ അവർ വളരെ ഉറങ്ങാതെ ശ്രദ്ധയോട് കന്യമാരിക്കുന്ന പോലെ ജാഗ്രതയോടെയാണ് അവര് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ആ കാര്യം ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. 4-ാമത്തെ 8-ാമത്തെ വാക്യം വായിച്ചേ. വായിച്ചേ. 4 ചെവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2-ാം പ്രാവശ്യം അവര് പറയാണ്, 4 ജീവികൾ അവര് പറയാണ്, എന്താ പറയുന്നത്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും അവൻ ആരാ? ദൂതന്മാര് പറയാണ് അവൻ സർവശക്തിയുള്ള ദൈവം. അവര് പറയുന്നു നമ്മുടെ ദൈവം കർത്താവായ യേശു വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന രംഗമാണ്. 24 സിംഹാസനം, അതിന്റെ നടുക്കൊരു സിംഹാസനം. അതൊക്കെ നമ്മൾ അവിടെ പഠിക്കുമ്പോൾ വ്യക്തമായി അത് സഭയാണ് എന്നുള്ളത് തെളിയിപ്പാൻ തക്കോണം ഒരുപാട് വേദവാക്യങ്ങൾ നമുക്ക് കാണാൻ തക്കോണം പോകുന്നേ ഉള്ളൂ. ഞാൻ മുന്നോട്ട് കയറി പറയുന്നില്ല. സഭ ഇപ്പൊ സ്വർഗത്തിൽ, അവരുടെ നടുവിൽ 24 സിംഹാസനം എന്ന് പറയുന്നത് അത് 12 അപ്പോസ്തലന്മാരും 12 ഗോത്രപിതാക്കന്മാരെയും സൂചിപ്പിക്കുന്നതാണ്. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും സ്വർഗത്തിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടവർ 24 എന്നുള്ള സംഖ്യ കൊണ്ടോടെ വീക്ഷിച്ചിരിക്കുകയാണ്. ശലോമോൻ രാജാവിന്റെ ദേവാലയത്തിൽ അനേക പുരോഹിതന്മാരുണ്ടായിരുന്നു. 1 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിൽ ആ പുരോഹിതന്മാരെ 24 കൂറുകളായി തിരിച്ചിരുന്നു. 24 കൂറുകൾ. 24 മൂപ്പന്മാരെന്നാണ് പറയാൻ കാരണം അവർ പുരോഹിതന്മാരായതുകൊണ്ട്. അവരുടെ പാട്ട് കേൾക്കാൻ പറ്റേ. അവർ പാടുന്നൊരു പാട്ടുണ്ട്, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവരുടെ പാട്ട് അവർ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. 24 മൂപ്പന്മാർ പാടുന്ന 4 ജീവികൾ അവർ ചുറ്റും നിൽക്കുകയാണ്. 4 ജീവികൾ ആ പാട്ട് പാടുന്നില്ല, മൂപ്പന്മാരാണ് പാടുന്നത്. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ചിന്തിക്കാം. 4-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ചിന്തിക്കാം. അവർ ഇരിക്കുന്ന സിംഹാസനം 24 മൂപ്പർ, അവർ തലയിലെ കിരീടം, അവർ രാജാക്കന്മാരാണ് തെളിയിക്കുന്നു. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം, അവരുടെ കയ്യിൽ ധൂപകലശം ധൂപക്കുറ്റിയുണ്ട്, അവർ പുരോഹിതന്മാരാണ് തെളിയിക്കുന്നു. അവർ പാടുന്ന പാട്ട് വീണ്ടെടുപ്പിന്റെ പാട്ട്. അല്ലെങ്കിൽ 24 എന്നുള്ള സംഖ്യ കൊണ്ട് വീക്ഷിക്കാൻ കാരണം പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒന്നിച്ച് കർത്താവിന്റെ വരവെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വിഷയമാണ്. പഴയ നിയമ വിശുദ്ധന്മാർ അതിൻ്റെ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് അവിടെ ആ ഭാഗം ചെല്ലുമ്പോൾ നമുക്ക് ചിന്തിക്കാം. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരാണ്. എബ്രായലേഖനം 11-ാം അധ്യായം വായിച്ചു നോക്കെ. മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്
മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് ഏറ്റവും വലിയ ധനമെന്ന് തന്നെയാണ്. പഴയ വിശുദ്ധന്മാരും ക്രിസ്തുവിനെ നോക്കി ആരാധിച്ചവരാണ്, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. അതിന് വേറെയും അതേ 1 പത്രോസ് 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, അവരിലുള്ള ക്രിസ്തുവിന്റെ പഴയ വിശുദ്ധന്മാരെ കുറിച്ച് 1-ാം അധ്യായം 11 മുതൽ വാക്യം തോന്നുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും മഹിമയും ആരാഞ്ഞന്വേഷിച്ചപ്പോൾ പഴയ വിശുദ്ധന്മാരെ കുറിച്ച് പറയാണ്, അവരുടെ മേൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അപ്പം ഈ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട 24 പേരെന്ന് പറയുന്നത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 12 ഗോത്രങ്ങൾ, അതുപോലെ തന്നെ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ 12 അപ്പോസ്തലന്മാർ. ഇനിയും 21 വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ യെരൂശലേമിനെ കാണുന്നു. ആ പുതിയ യെരൂശലേമിൽ 12 ഗോത്രങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ പുതിയ യെരൂശലേം എന്ന് പറഞ്ഞ കർത്താവിന്റെ മണവാട്ടിയാണ്, മണവാട്ടി സഭയാണ്. 21-ാം അധ്യായം അത് ഒരു കെട്ടിടത്തോട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തോളൂ എന്ന് പറഞ്ഞില്ലേ. ആ ഒരുക്കപ്പെട്ട കെട്ടിടം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ കെട്ടിടത്തിൽ 12 ഗോത്ര പിതാക്കന്മാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, 12 അപ്പോസ്തലന്മാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 24 എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭ, നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. അവര് പറയാണ്, അതെ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. 4 ജീവികളും പറയുന്നു സർവശക്തിയുള്ള ദൂതന്മാർ വാഴ്ത്തപ്പെട്ടു. ദൂതന്മാരുടെ ഇടയിൽ പല ഗ്രൂപ്പുകളുണ്ട്. അതിലാണ് ഒന്നാണ് 4 ജീവികൾ. കെരൂബുകളുണ്ട്, സാറാപ്പുകളുണ്ട്. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ സാറാപ്പുകൾ, ഇവരുടെ ഇടയിൽ പല വിഭാഗങ്ങളുണ്ട്. അത് ഈ 4 ജീവികൾ അവരുമുണ്ട്. അവരിതിന്റെ അകത്ത് വരാൻ കാരണം എന്താണെന്നറിയാമോ? അവർ 4ഉം, 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി അത് കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മാറുന്നത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. ഈ 4 ജീവികളും യേശുക്രിസ്തു രാജാവാണെന്നും യേശുക്രിസ്തു ദാസനാണെന്നും യേശുക്രിസ്തു മനുഷ്യനാണെന്നും യേശുക്രിസ്തു ദൈവമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ ചുറ്റും നിൽക്കുകയാണ്. അണ്ടനുസരിക്കപ്പെടുന്നവരാ. 3-ാമത് പറഞ്ഞിരിക്കുന്ന 11-ാം അധ്യായം 17-ാമത്തെ വാക്യം. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തിയെ ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരും പറയാണ് 11-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? നീ സർവശക്തിയുള്ള ദൈവമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ എഴുത്ത് ഇതുപോലെ യേശു ക്രിസ്തു ദൈവമാണെന്ന് ഇത്രമാത്രം വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകം. നീ സർവശക്തിയുള്ള ദൈവമാണ്. 15-ാം അധ്യായം 3-ാം വാക്യം വായിച്ചേ. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായുള്ളവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ. 16-ന്റെ 7 വായിച്ചേ. അവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധി സകല സത്യവും നീതിയുള്ളവയെന്ന് പറയുന്നത് ഞാൻ കേട്ടു. സർവശക്തി എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ വായിക്കുന്നത്. അതെ, നമ്മൾ വായിക്കുന്നില്ലേ? അവന്റെ ലാവണ്യ വാക്കുകൾ നമുക്ക് വായിക്കുന്നില്ലേ? നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വായനയ്ക്ക് ഒരു ഇമ്പമുണ്ട്. നിങ്ങളുടെ വായന വളരെ മേത്രമായിരിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു സർവശക്തിയുള്ള ദൈവമായ യഹോവേ. ചിലത് വായിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ വായിച്ചു പോന്നിട്ടുണ്ട്, ഒന്നും മനസ്സിലാകത്തില്ല. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ വായിക്കുന്ന ഭാഗം മനസ്സിലാകുന്നു. ആ വായന കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എംബോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ളം കത്തിയതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവരുടെയും വയസ്സനായിരിക്കുന്ന എന്റെയും ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. 16-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചേ. ഇവ സർവഭൂതലത്തിലുള്ള രാജാക്കന്മാരെ ശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. സർവശക്തനായ ദൈവത്തിന്റെ യുദ്ധം, അതായത് ഹർമഗദോൻ യുദ്ധമാണ്. ആ യുദ്ധം വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ നടക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെയും ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ സർവശക്തനായ ദൈവമാണ്. ഇനി 3 വാക്കുകളുണ്ട്.
19:6. 19:6 വെച്ച്. വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവിന് രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഇത് സഭ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ അവിടെ കേൾക്കുന്ന 19-ാം അധ്യായത്തില് 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കും. 4 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. 4 പ്രാവശ്യം. ഇവിടാണ് ഹല്ലേലൂയ എന്നുള്ള പദം നമുക്ക് വ്യക്തമായി പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിലും ഹല്ലേലൂയ എന്നുള്ള യഹോവയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ അത് സ്വർഗീയ ഭാഷയാണ്. സ്വർഗത്തിൽ എപ്പോഴും കേൾക്കാനുള്ള ശബ്ദം ഹല്ലേലൂയ എന്നുള്ള പദമാണ്. ചിലത് സ്വർഗത്തിൽ പാടിക്കുക, ഒരു ഹല്ലേലൂയ കൂടി പറയത്തില്ല. ഒരു കോൺഗ്രസ് പാർട്ടിയോട് ചേർന്നാല് കോൺഗ്രസ് പാർട്ടിയോട് ചേരാൻ ചെല്ലുക, ഞാൻ കോൺഗ്രസ് പാർട്ടിയില്ല കേട്ടോ. അതെ, ഒരു കണ്ടീഷൻ, ഞാന് 10 പൈസ ഇതിന്റെ പാർട്ടിക്ക് ചെലവിന് തരത്തില്ല. അതുപോലെ തന്നെ ഞാന് കീജയിൽ പിടിക്കത്തുമില്ല. നിന്നെ ആർക്ക് വേണം എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരൻ ചെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരാൻ നിന്ന് പറയാണ്, ഞാൻ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കത്തില്ല, ഒരു യാഥാർത്ഥ്യം വരികയില്ല, പാർട്ടിക്ക് 10 പൈസ പോലും തരത്തില്ല. ആർക്ക് വേണം? നിങ്ങള് കർത്താവിന്റെ പാർട്ടിക്കാരാണ് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ സ്തുതിഗീതമാണ് ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ വായിക്കുന്ന സ്തുതി എങ്ങനെയാണെന്നറിയാമോ? തകർത്ത ഇടമുഴക്കമല്ല. നമ്മുടെ ദുബൈന്ന് നമ്മുടെ റേച്ചലമ്മാമ്മ കേട്ടിട്ടുണ്ട്. അമ്മാമ്മയുടെ ഒക്കെ ഹല്ലേലൂയ കേൾക്കണം. ഇതിപ്പം ഈ പ്ലാറ്റ്ഫോമിലാണോ അല്ലെങ്കിൽ അമ്മാമ്മയുണ്ടല്ലോ, അത് ഓൺ ചെയ്തിട്ട് ഞാനും അമ്മാമ്മയും ഭയങ്കര കൂട്ടാണ്. ഇവിടെ അമ്മാമ്മയുടെ മകള് കാനഡയിലുണ്ട്. ആ മകള് എന്നെ തൊണ്ടോന്ന് റാണി എന്ന പേര്, അനുഗ്രഹിക്കപ്പെട്ട മകൾ. അവരൊക്കെ ഹല്ലേലൂയ കേൾക്കണം. ഓൺ ചെയ്യാമെങ്കിൽ ഇപ്പൊ അമ്മാമ്മയുടെ തകർത്തിടി മുഴക്കം പോലെ ഹല്ലേലൂയ, തകർത്തിടി മുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരുത്തിൽ പോലെയും വൈനിയന്മാർ വീണം നിൽക്കും പോലെയും കേൾക്കുന്ന ശബ്ദം എന്താ? നമ്മൾ ഒന്ന് പറയാമേ, ആരും കേൾക്കുന്നില്ല. എവിടെ നിയമം പ്രവർത്തിക്കും? നമ്മൾ ഹല്ലേലൂയ പറയണം. വണ്ടമേട് യാക്കോച്ചൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹം മരിച്ചുപോയി. ഭയങ്കര ഞാൻ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. രാത്രി സ്വസ്ഥതയില്ല എന്റെ ബാല്യപ്രായത്തിൽ. അദ്ദേഹം രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കും. കുട്ടിക്കാനം, വണ്ടമേട്, കുമളി, വണ്ടിപ്പെരിയ, ഇങ്ങനെ. എനിക്ക് പറയാൻ അറിയത്തില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അത് ഭയങ്കര ഉയരമാണ്, ഭയങ്കര തടിയനാണ്. അദ്ദേഹം വണ്ടമേട്ടിൽ കൂടെ കാട്ടിക്കൂടെ പോയ സമയത്ത് ഒരു ആന അദ്ദേഹത്തെ ആക്രമിക്കാൻ കൊണ്ട് നേരെ വന്നു. നടന്ന സംഭവം കേട്ടോ. അദ്ദേഹത്തെ കുത്തി കൊന്നനെ. ഇതാ അവിടെ നിന്നുകൊണ്ട് 3 ഹല്ലേലൂയ പറഞ്ഞു. അത് ഉറക്കെ തകർത്ത ഇടിമുഴക്കം പോലെ വന്ന ആന തിരിച്ച് അതുപോലെ ഓടി പേടിപ്പോയി ആന. അപ്പൊ നമ്മുടെ ഹല്ലേലൂയക്ക് ശബ്ദമുണ്ട്. ART അതിശയവും ഭാര്യയും പുനലൂര്, അക്കാലത്ത് പുനലൂർ കണ്ടമാനം ആൾക്കാരെ കൊല്ലുന്ന സമയമായിരുന്നു. വെറും കാലിനൊക്കെ, അത് വളഞ്ഞ കാലിനെ ഉണ്ടല്ലോ ഇങ്ങനെ കെടുത്തുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ തോമസ് അച്ചാനൊക്കെ കണ്ടു. ഇത് അന്നുണ്ടായിരുന്ന കാലഘട്ടം. ഒരാളെ അറന്നു പോയപ്പോ അദ്ദേഹത്തെ കുത്തിക്കൊന്നപ്പോ കാലണയാ കിട്ടിയത്. അപ്പൊ അവര് പറഞ്ഞത് ഏതായാലും സാരമില്ല, കാലണ കിട്ടിയല്ലോ, അന്നൊരു ഉഴുന്നുമരയൊക്കെ മേടിക്കാൻ പറ്റും. അപ്പം അങ്ങ് കുത്തിക്കൊല്ലുന്നതിന് പുനലൂരിന്റെ ആ കാടിന്റെ പ്രദേശത്ത് ഒരു കാലത്തും മടിയില്ലായിരുന്നു. പാസ്റ്റർ ART അതിശയം ഭാര്യയും കൂടെ ഒരു ദിവസം യോഗം കഴിഞ്ഞ് കാട്ടിൽ കൂടെ പോണ്ടി വന്നു. അപ്പം കൊള്ളക്കാര് അവിടെ പുനലൂർ നടന്ന കാടിന്റെ അവിടെ തീ കഴിഞ്ഞോണ്ടിരിക്കുക. അപ്പോഴാണ് ഇവര് പോകുന്നത്. ഇവരെ കണ്ട നല്ല സുന്ദരന്മാർ, രാജകുടുംബത്തിൽപ്പെട്ടവർ. PAV സ്വാമിയുടെ അപ്പന്റെ കാര്യമായി പറയുന്നു, പാസ്റ്റർ PAV സ്വാമിയുടെ. ഇവർ രണ്ടുപേരെയും കണ്ട സുന്ദരനും സുന്ദരിയാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലായി, നിശ്ചയമായും ART മനസ്സിലായി, നിശ്ചയമായും ഇവരെന്നെ അടിച്ചു കൊല്ലും, എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകും. അപ്പം ആരോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, എന്റെ തോളെ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ പറയാൻ പറഞ്ഞു. ഞാൻ ഹല്ലേലൂയ പറയുമ്പം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നീ ഇങ്ങനെ പറയാൻ പറഞ്ഞു. അവര് ഭാര്യ തോളെ കൈ വെച്ചുകൊണ്ട് അദ്ദേഹം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഉറക്കെ പറഞ്ഞുകൊണ്ട് പോയി. അപ്പൊ ഈ കൊള്ളക്കാർ വിചാരിച്ചു ദേവനും ദേവതയും പോകാന്ന് വിചാരിച്ചു. അവരെ അനങ്ങിയില്ല, അവരെ നിശബ്ദരാക്കി കളഞ്ഞു. ഇവിടെ നടന്ന സംഭവം കേട്ടോ, ചരിത്രത്തിൽ നടന്ന സംഭവം. നമ്മൾ സ്തുതിക്കാതിരുന്നാലേ, യോഗത്തിനൊക്കെ വന്നിട്ട് ഒരു സ്തോത്രം പറയാതെ ഇരിക്കുന്ന അവരുടെ ആ ഇരിപ്പൊന്ന് ആലോചിച്ച് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ പൗലോസും ശീലാസും ഉണ്ടല്ലോ, അവരങ്ങനെ ഇരുന്ന് നോക്കി, ഈ മുറിവൊക്കെ നോക്കി, എവിടെ മുറിഞ്ഞിട്ടുണ്ട്, എവിടെ കുത്തി, എവിടെ അടിച്ചു. പാതിരാത്രി വരെ ഇത് നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്റെ എവിടെ ആടാ മുറിവ്. രാത്രി 12 ആയപ്പോ അവർക്ക് ഒന്ന് മനസ്സിലായി, നമ്മൾ മിണ്ടാതിരുന്നാണല്ലോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നത്. അർദ്ധരാത്രി വന്നപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല, അവരുടെ ഉള്ളത്തെ ചൂട് പിടിച്ചു. അവർ പാടി ആരാധിക്കാൻ തുടങ്ങി. പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുടുങ്ങി. രണ്ടുപേര് പ്രാർത്ഥിച്ചു കൊടുക്കും.
കാരാഗ്രഹത്തെ അടിസ്ഥാനം കുടിക്കുക. അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മൂല ഇളകി. രണ്ടുപേരുടെ പ്രാർത്ഥന, വെറും രണ്ടുപേര്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ എല്ലാം കൂടെ 31 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 31 പേരോടൊന്ന് ആരാച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. അതേ അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി കേട്ടോ. വലിയ ഭൂകമ്പം ഉണ്ടായി. അർദ്ധരാത്രി കാരാഗ്രഹ പ്രമാണി ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഓടി വന്നു. ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കർത്തനം ചെയ്തു. 5-ാം അധ്യായം 20-ാമത്തെ വാക്യാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വായിക്കണം, അത് സംസ്കൃതമാണ്. 5-ാം അധ്യായത്തില് 20-ാമത്തെ വാക്യാന്ന് തോന്നുന്നു. അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കർത്തനം ചെയ്തു. യുദ്ധത്തിന് പോവുകയാണ്. സീസറുടെ 900 രഥങ്ങളുമായിട്ട് വന്നിരിക്കുക. അപ്പോ ദെബോരയും അതേ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അവർ രണ്ടുപേരും കൊണ്ടാണ് യുദ്ധത്തിന് പോകുന്നത്. ഇവരും സൈന്യത്തെ കൂട്ടിയിട്ടുണ്ട്. ഇവർ സൈന്യത്തെ പോകുമ്പം ഈ 900 രഥങ്ങളുമായിട്ട് സീസർ വന്ന് നിൽക്കുമ്പം ഇവർ പറഞ്ഞു, നമ്മുടെ ആയുധം കൊണ്ട് വിജയിക്കാൻ പോകുന്നില്ല, നമുക്കൊന്ന് ആരാധിക്കാന്ന് പറഞ്ഞു. അവരങ്ങോട്ട് ആരാധന കൊണ്ട് ആരംഭിച്ചപ്പോൾ അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ എന്ന് പറഞ്ഞാൽ അവർ പാട്ടുപാടിയപ്പോൾ ശൂരന്മാരായി തീർന്നു. ശൂരവൽഗിതത്താൽ ആത്മാവിൽ ആരാധിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അദൃശ്യ സഹായമുണ്ടായി. അന്ന് നക്ഷത്രങ്ങൾ പൊരുതി, നക്ഷത്രങ്ങൾ സ്വഗതകളിൽ പൊരുതി, നക്ഷത്ര ജ്വാലകളിൽ സ്ഥിതി ചെയ്യുന്ന ദൂതന്മാർ സീസറയുടെയും സൈന്യങ്ങളുടെയും കുതിരകളുടെ കുളമ്പങ്ങി കട്ടം ചെയ്തു, മുറിച്ചു കളഞ്ഞു കുളമ്പുകൾ. അറിയാവുന്ന നിങ്ങൾക്ക് ഇതുപോലെ സംഭവം ഉണ്ടായിട്ടെന്തോ? ആരാധിച്ചു കഴിഞ്ഞപ്പോഴാണ്, ആരാധനയിൽ ഇവര് തോക്കെടുത്ത് ഉപയോഗിച്ചില്ല, ഒരായുധം ഉപയോഗിച്ചില്ല. അവർ അവര് അതേ ദെബോരയും കൂട്ടരും അവര് ഒന്നിച്ച് പാടി ആരാധിച്ചപ്പോൾ കേട്ടോ, അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടണം ചെയ്തു. കുതിരയുടെ കുളമ്പെല്ലാം കൂടെ മുറിച്ചു കളഞ്ഞു. പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ ഒത്തില്ല. സീസര കാൽനടയായി പോയി ഒരു വീട്ടിൽ ചെന്നു. അതേ അവള് പറഞ്ഞോട് കയറിക്കോളാൻ പറഞ്ഞു. അവന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവർ കൊട്ടയ്ക്കകത്ത് ഇട്ട് മൂടി. എന്നിട്ട് അവളാണ് അവനെ കൊന്നുകളഞ്ഞത്. ദൈവ പൈതലേ, നിന്റെ ശത്രുവിനെ നിനക്കെതിരായി പോരാടുന്ന ആയുധം ഉണ്ടല്ലോ, അതിനെ തകർക്കണമെങ്കിൽ ആരാധന വേണം, ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ വായിക്കുന്നു, ഇനി 19-ാമത്തെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, തകർത്തിടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ പോലെയും വൈനിയന്മാർ വീണമിട്ട് പോലെയും വലിയ വൃക്ഷത്തിന്റെ ആരാധന പോലെ കേട്ട ശബ്ദം ഹല്ലേലൂയ എന്നുള്ള ശബ്ദമാണ്. ഇനി 19:15 വായിച്ചേ. 19:15 വെളിപ്പാട് 19:15 ഒന്ന് വായിച്ചേ. സത്പാദ്രിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നു കൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവിടെ സർവശക്തിയുള്ള ദൈവം ഒരു വാക്കുണ്ടല്ലോ, അത് വായിച്ചില്ലല്ലോ. 19:15 വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മെതിക്കുന്നു. അതാണ് ഇത്. അർമ്മഹദോൻ യുദ്ധമാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് ഇവിടെ വായിക്കുന്നു, സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ വായിക്കുന്നു. സർവശക്തിയുള്ള, ഇത് കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വാക്യോട് വായിച്ച് നമുക്ക് വിടാം. 21-ാമത്തെ 22-ാമത്തെ വാക്യം. 21-22. മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരം ആകുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും കേട്ടോ, അതിന്റെ മന്ദിരം, അത് വിളക്കാകുന്നു. നമ്മളിത് സ്വർഗത്തിൽ ചെല്ലുമ്പം നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നെറ്റെല്ലാം ഓഫായി പോകാം, നമ്മുടെ ഇലക്ട്രിസിറ്റി ഒക്കെ പോകാം. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നും ആവശ്യമില്ല. അവിടെ നമ്മളും പ്രകാശില്ല. പക്ഷെ നമ്മുടെ വിളക്കെന്ന് പറയുന്നത് നമ്മുടെ സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് പിതാവിനെ ദൈവമെന്നും പുത്രനെ കർത്താവെന്നും പരിശുദ്ധാത്മാവിനെ ആത്മാവെന്നും വിളിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ പ്രയോഗമാണ്. ഇനിയും ഈ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ദൈവത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം 9 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ
സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്നുള്ള പദം നമ്മൾ വായിച്ചു കേട്ടു. നമ്മൾ ശാന്തമായി പോണേ 11ാമത്തെ വാക്യം എടുത്തില്ലെങ്കിലും എനിക്ക് ഈ വാക്യത്തിൽ നിന്ന് സംസാരിച്ചേ ഒക്കത്തുള്ളൂ. കാരണം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടുക്കായിട്ട് പഠിച്ച് നിങ്ങളത് മനസ്സിലാക്കി മുൻപോട്ട് പോകണം. നിങ്ങളത് ചോദിക്കാം, യേശുക്രിസ്തു ദൈവമാണെന്നൊരു വാക്ക് കാണിക്കുക. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകം പഠിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു പരിശീലനം ഉണ്ടാകണം. എനിക്ക് 100 കണക്കിന് വാക്കുകൾ എടുത്ത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കാൻ എനിക്കറിയാം. അതുപോലെ ട്രിനിറ്റി, അതേ തൃത്വം, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. അതേ വന്നസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല. യഹോവ സാക്ഷികൾ തൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ പ്രസംഗങ്ങൾ അത് ദൈവത്തിന് ത്രിയേകത്വം, യേശുനാമക്കാരുടെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെടുന്ന വന്നസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവരുമായിട്ട് ഞാൻ അറിയുമെന്നുണ്ടായിട്ടുണ്ട്. അവരുടെ ദുരുപദേശങ്ങൾ 10 എടുത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. എന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയി. പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ വാ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം പട്ടാപ്പകൽ പോലെ പ്രകാശിക്കുന്നതാണ് ബൈബിളിൽ. പട്ടാപ്പകൽ. അതുപോലെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഏകത്വം, അത് പട്ടാപ്പകൽ പോലെ ദൈവത്തിന്റെ വചനത്തിൽ തെളിഞ്ഞെടുക്കുന്നതാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിതാവ് പുത്ര പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം നമുക്കവിടെ കാണുവാൻ കഴിയും. സർവശക്തിയുള്ള ദൈവമായ യഹോവ എന്നത് വെളിപ്പാട് പുസ്തകം 9 പ്രാവശ്യവും മറ്റൊരു ഭാഗത്ത് 1 പ്രാവശ്യവും ഉണ്ട്. 2 കൊരിന്ത്യർ 6:17 വായിക്കും. 2 കൊരിന്ത്യർ 6:17. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാമത്തെ വാക്യം ഞാൻ അയച്ചെന്നാണ്. നിങ്ങൾ പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അവിടെ അതിന്റെ മുകളിൽ പല വിഷയങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് തെളിയിക്കാൻ സമയമില്ല. പിന്നെ ദൈവവും മക്കളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെക്കുറിച്ച് പറയാണ്. എന്ന് സർവശക്തനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു സർവശക്തനാണെന്ന്, ദൈവമാണെന്ന് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ്. അങ്ങനെ മൊത്തം പുതിയ നിയമത്തിൽ 10 പ്രാവശ്യം സർവശക്തനായ ദൈവം എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് സർവ്വവ്യാപി, സർവശക്തൻ. കേട്ടോ, ഇതൊക്കെ ദൈവത്തിന്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിശാചിന് ശക്തിയുണ്ട്, പക്ഷെ സർവശക്തി ഇല്ല. കേട്ടോ, സർവ്വവ്യാപിയാണ് നമ്മുടെ ദൈവം, സർവ്വവ്യാപി. എവിടെ 2-3 എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ അടുവിലുണ്ട്. അപ്പൊ അരിപ്പാറ്റിൽ നിന്ന് 2 കൊച്ചു സഹോദരിമാർ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. നമ്മൾ അവിടെയും അവരുടെ ഒരിക്കലും കർത്താവ് കൂടെയുണ്ട്, സർവ്വവ്യാപി. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ആരാ പറഞ്ഞിരിക്കുന്നത്? ശ്രീകൃഷ്ണൻ ദൈവമാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റു. അപ്പൊ അത് കേൾക്കുമ്പം ആരെങ്കിലുണ്ടെങ്കിൽ അവർക്ക് എന്നോട് ദേഷ്യം വരും. അദ്ദേഹം എങ്ങനെ ഭരിച്ചെന്നറിയാമോ? അദ്ദേഹം ഒരു ആട്ടാളൻ അബദ്ധവശാൽ ഒരു അമ്പെടുത്ത് ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ദേഹത്ത് കൊണ്ടാണ് അദ്ദേഹം ചത്തുപോയത്. പ്രശ്നം ദൈവമായിട്ട് കണക്കാക്കുന്ന ശ്രീബുദ്ധൻ എങ്ങനെ മരിച്ചെന്നറിയാമോ? അദ്ദേഹം പ്രായം ചെന്ന് വൃദ്ധനായിട്ട് മരിച്ചുപോയി. കേട്ടോ, എഴുന്നേറ്റിട്ടുള്ള സകല ദേവന്മാരും മരിച്ചു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് റോമൻ ഗവൺമെന്റ് മുദ്രയും വെച്ചതിന്റെ ഇടയ്ക്ക് നിന്നാണ് 3-ാം ദിവസം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ്. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. നിന്റെ പ്രാണനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. 16-ാം സംഖ്യത്തിൽ ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കേട്ടോ, ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ ദൈവമാണെന്നുള്ളതാണ് എന്റെ വിഷയം. മുഹമ്മദ് ഈസായി എന്ന് ചിലപ്പോൾ എന്റെ പ്രസംഗം എൻ്റെ അകത്ത് പുള്ളി എന്റെ പ്രസംഗമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് കമന്റ് അയക്കും. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതും പുള്ളി വാച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്ത ഭാര്യാവർ വേറിയായില്ലേ. അവരുടെ അപ്പനമ്മയ്ക്കൊക്കെ എന്ത് വിഷമമായി പോയെന്നറിയോ? ഇന്ന് അവരുടെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന മുസ്ലിമിന്റെ ശുശ്രൂഷ ചെയ്ത് പോവുകയാണ്. ഇപ്പം കുറച്ചു നാളായിട്ട് ശബ്ദം കേൾക്കാനില്ല. എനിക്കൊന്ന് അതപ്പതിച്ചെന്ന് തോന്നുന്നത്. മറ്റേത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഉടനെ തിരിച്ച് ചോദ്യം ചോദിക്കുന്ന അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ പാസ്റ്റർ ആൻഡ്രൂസിന്റെ ഫ്രണ്ടാണ്. പ്രൈസലോ. എന്നാൽ ഫ്രണ്ടായിക്കോ, പക്ഷെങ്കിലേ യേശു ക്രിസ്തുവിനെ ചോദ്യം ചെയ്യാൻ തക്കണം ഞാൻ സമ്മതിക്കത്തില്ല. നമ്മൾ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. ഇനി യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച്
പൂർണ്ണമായി സഹോദരിമാരെല്ലാം വളരെ ശ്രദ്ധയോടെ ആയിരിക്കുന്നു. ചില മിനിറ്റുകളുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ബൈബിളിൽ വ്യക്തമായി തെളിയിച്ചിരിക്കുന്ന ഏതൊക്കെ വിഷയങ്ങൾ എടുത്ത് നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് യഹോവസാക്ഷികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴേ ഇവിടെ വരും. എന്നെ ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അന്നേരം പിന്നെ കാണാമെന്ന് പറഞ്ഞു പോകും. നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവര് സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ എന്താണെന്നറിയാമോ? പറയുന്നത് ഒരു പുതുവാന ഭൂമി വരാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ചായച്ചിട്ട് എന്നാ നമുക്ക് വെള്ളം കുടിക്കാൻ നമ്മൾ കയറി നിന്ന് കഴിയുമ്പോൾ പതുക്കെ ഒക്കെ തുടങ്ങും. കുറെ കഴിയുമ്പോഴാണ് ഇമാരുടെ തനിനിറം വെളിപ്പെടുന്നത്. യഹോവസാക്ഷിയുടെ ദുരുപദേശ കണ്ണനവും നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ കേട്ട് പഠിക്കണം കേട്ടോ. ഇന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്താൽ അതിന് മറുപടി പറയാൻ തയ്യാറായിരിക്കണം. വായിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം വെച്ച്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ അബ്രഹാം മുതലാണ് വംശാവലി പട്ടിക ആരംഭിക്കുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അത് യേശുക്രിസ്തുവിൽ വംശാവലിയെ പട്ടിക തുടങ്ങിയിട്ട് ആദാമിൽ ചെന്ന് അവസാനിക്കുകയാണ്. ആദാമിൽ. കാരണം യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ലൂക്കോസ് അപ്രകാരം സുവിശേഷം എഴുതുന്നത്. എന്നാൽ മത്തായി സുവിശേഷം എഴുതുന്നത് യേശുക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കാൻ. അത് അബ്രഹാം മുതലാണ് ആരംഭിച്ചത്. ആത്മീയ യാത്രയാണ് കാണാൻ കഴിയും. ആത്മീയമായി അതേ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിലാണ് ചരിത്രം ആരംഭിക്കുന്നത്. അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു. ആദാം മുതലല്ല, അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു. ഇസാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. 4 സ്ത്രീകളുടെ കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം തല്ലിപ്പൊളികളായിരുന്നു. 1, 2, 3 പേര്. അവരെല്ലാം ഈ വംശാവലി പട്ടിക വന്നു. രാഗാവ് എന്ന് പറഞ്ഞ ബേസിയും വംശാവലി പട്ടിക വന്നു. എത്ര ഭയങ്കര! ആ വംശാവലിയിൽ നിന്ന് വന്ന് മോവാബി സ്ത്രീയായ രൂത്തും ഈ വംശാവലി പട്ടിക വന്നു. അതിൽ കൂടിയാണ് ദാവീദിന്റെ സന്തതിയായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്. ഒരു ആത്മീയ യാത്രയാണ് കാണിക്കുന്നത്. ആ 17 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ അബ്രഹാം മുതൽ ആകെ 14, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 ആകുന്നു. ഈ ചരിത്രം അങ്ങോട്ട് വെളിപ്പെടുത്തിയതിനു ശേഷം അടുത്ത പറയുന്നത്, എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള ജനനമല്ല. നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ജനം അറിയണം. ഞാൻ ഒട്ടും സമയം കളയാതെ എൻ്റെ സമയം ഒട്ടും ഈ മറ്റൊന്നിനായിട്ട് വേർതിരിക്കാതെ ദൈവത്തിന്റെ വചനം അറിയിക്കുന്ന ഒരു ശുശ്രൂഷയാണ് എൻ്റെ ഈ അന്ത്യകാല സന്ദർഭങ്ങളിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് വിശ്രമമില്ല. രാത്രി പോലും നല്ല ഉറക്കം കിട്ടുന്നില്ല. കാരണം ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു കമന്ററി ഇറക്കിയിട്ടുണ്ട്, cvandrewsbible.com. അത് 66 പുസ്തകങ്ങളുടെയും പശ്ചാത്തലം എഴുതി മനോഹരമായ ഒരു കമന്ററിയാണ്. അതിനകത്ത് പഠിക്കപ്പെടാത്ത വാക്കുകളൊന്നുമില്ല. അത് ഗ്രീക്ക് എബ്രായ ഭാഷയൊന്നും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. ഏതൊരു എളിയവർക്കും 1-ാം ക്ലാസ്സുകാരനും 99 വയസ്സുള്ള അമ്മാമയ്ക്കും വായിച്ച് മനസ്സിലാകത്തക്ക നിലയിൽ വളരെ ലളിതമായി വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരു കമന്ററിയാണ്, വ്യാഖ്യാന ഗ്രന്ഥമാണ്. cvandrewsbible.com കയറി നോക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മത്തായി സുവിശേഷം 17-ാം അധ്യായം വരെ തലമുറകളെ കുറിച്ച് പറഞ്ഞ 42 തലമുറകളെ കുറിച്ച്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. 1-ാം അധ്യായത്തിൽ അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചേ. ഇസാക്ക് യാക്കോബിനെ ജനിച്ചു. യാക്കോബ് അതിങ്ങനെ ജനിപ്പിച്ച് ഇങ്ങനെ വന്ന് അവസാനം പറയുന്നത് മറിയ യോസേപ്പിന്റെ ഭാര്യയായിരുന്നു. അവളിൽ നിന്ന് യോസേപ്പ് യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാ. അപ്പം വിവാഹം നിശ്ചയം ചെയ്തേ ഉള്ളൂ. പക്ഷെ യഹൂദന്മാരുടെ സമ്പ്രദായപ്രകാരം വിവാഹം നിശ്ചയം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെ അതിനടി വാക്യങ്ങളുണ്ട്. അപ്പം അവളിൽ നിന്ന് യേശുവിനെ ജനിപ്പിച്ചെന്നല്ല അവിടെ ഇരിക്കുന്നത്, യേശു ജനിച്ചെന്ന്. നിങ്ങളെ വായിച്ചിട്ടുണ്ടോ? എല്ലാരും ജനിപ്പിച്ചു. പക്ഷെ യേശു ജനിച്ചു. യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു എന്ന് പറഞ്ഞാൽ ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ട ശരീരമല്ലായിരുന്നു യേശുക്രിസ്തുവിന്റെ ശരീരം. യേശുവിന്റെ ശരീരമുണ്ട്, ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ട ശരീരമല്ല. ആ രക്തത്തിൽ നിന്ന് വന്ന ശരീരമല്ല യേശുവിന്റെ ശരീരം.
നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. 40 സംഘത്തിൽ ദൈവം പ്രത്യേകം ഒരുക്കിയ ഒരു ശരീരമാണ് അത്. ഈ ആദാമ്യ സൃഷ്ടി വന്നതല്ല. എബ്രായ ലേഖനം 9-ാം അധ്യായം 11-ഉം 12-ഉം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ വാക്യങ്ങൾ എഴുതിയെടുത്തു. എബ്രായർ 9-ന്റെ 11-ഉം 12-ഉം ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി കടന്നുപോയി. നോക്കണമേ, യേശുവിന്റെ ശരീരത്തെ കുറിച്ച് പറയാണ്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി എന്ന് പറഞ്ഞാൽ ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ട ശരീരമായിരുന്നില്ല യേശു ക്രിസ്തുവിന്റെ ശരീരം കേട്ടോ. ആ പാപമൊഴിയ സകലത്തിനും പരീക്ഷിക്കപ്പെട്ടവനാണ്. യേശുവിന്റെ രക്തം ആദാമ്യ രക്തമല്ല, അത് പരിശുദ്ധ രക്തമാണ്, വിശുദ്ധ രക്തമാണ്, പുണ്യാഗ രക്തമാണ്. ആദാമ്യ വംശാവലിൽ വന്നവരല്ല യേശു. ദൈവം പ്രത്യേകം ഒരുക്കിയൊരു ശരീരമാണ്. ആ ശരീരത്തെക്കുറിച്ച് മറിയോട് പറയാണ്, അത് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്നർത്ഥമുള്ള, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് പറഞ്ഞു. അപ്പൊ നോക്കണം, അവിടെ തന്നെ യേശു ക്രിസ്തു ഉള്ളിൽ ജനിച്ചപ്പോ തന്നെ അവനെ കുറിച്ച് പറയുന്നത് ദൈവം നമ്മളോട് കൂടെ. അപ്പൊ യേശു ക്രിസ്തു ദൈവമാണ് തെളിയിക്കുക. യേശു ക്രിസ്തു ദൈവമാണ്, ദൈവം നമ്മളോട്. രണ്ടാമത് തീത്തോസിന്റെ ലേഖനം, ഇനി വാക്യങ്ങൾ വായിച്ചു വിടുക. 2-ാം അധ്യായം 12-ഉം 13-ഉം വാക്യം. തീത്തോസ് 2-ന്റെ 12-ഉം 13-ഉം വാക്യം വായിച്ച മോളെ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. തീത്തോസ് തന്നെ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ് മഹാദൈവവും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് മഹാദൈവവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ പ്രത്യക്ഷതയ്ക്കായി കാത്തു. അപ്പൊ നമ്മുടെ യേശു ക്രിസ്തു ആരാണ്? മഹാദൈവമാണ്, നമ്മുടെ രക്ഷിതാവാണ്. ഇതിക്കുള്ള എന്ത് തെളിവ് വേണം? യേശു ക്രിസ്തു ദൈവമാണ്. മൂന്നാമത് 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യോഹന്നാനാണ് ഏറ്റവും അവസാനം മരിച്ചത്. അപ്പോസ്തലന്മാരെല്ലാം മരിച്ചുപോയി. അവരെല്ലാം രക്തസാക്ഷികളായിട്ട് മരിച്ചു. ഓരോരുത്തരും ചിലത് വാളിന്റെ വാളാൽ വെട്ടേറ്റ് മരിച്ചു. ചിലര് തോമസ് അപ്പോസ്തലൻ അതേ ഇന്ത്യയിൽ വന്ന് കോലാലംപൂരിൽ വെച്ച് അതേ മരണം സംഭവിച്ചു. ഇങ്ങനെ അപ്പോസ്തലന്മാരെല്ലാവരും ഓരോ നിലയിൽ രക്തസാക്ഷിയായിട്ട് മരിച്ചു. എന്നാൽ യോഹന്നാനെയും അപ്രകാരം കൊല്ലാൻ തക്കണം നോക്കി, പക്ഷെ നടന്നില്ല. തിളപ്പിച്ച എണ്ണ ഇട്ടു, ചെന്ന് വീണ ഉടനെ എണ്ണ തണുത്തുപോയി. പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. അവിടെ കിടന്നുകൊണ്ട് താൻ വെളിപ്പാട് പുസ്തകം എഴുതി. അവിടുന്ന് അടുത്ത ചക്രവർത്തി വന്നപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് വിടുവിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ എഫെസോസില് സഭയുടെ ചാർജ് എടുത്തില്ല, അവിടെ ആരാധനയ്ക്ക് പോകുന്നുണ്ട്. അപ്പം വയസ്സന പടുവൃത്തിന പ്രശ്നം. ആരാധനയ്ക്ക് ഞായറാഴ്ച വടിയും കുത്തിയൊക്കെ ചെല്ലും. ഈ യോഹന്നാൻ അപ്പച്ചനെ, എന്നെ കുറെ പേര് അപ്പച്ചാന്ന് വിളിക്കാറുണ്ട്, ചില പേര് അങ്കിൾ എന്ന് വിളിക്കാറുണ്ട്. എല്ലാ വിളി എനിക്ക് വലിയ ഇഷ്ടം. അച്ചായ എന്ന് വിളിക്കാറുണ്ട്, പാസം എന്ന് വിളിക്കാറുണ്ട്, അത് സായിപ്മാരൊക്കെ ഡിയർ ഫ്രണ്ട് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വിളിയൊക്കെ ഇമ്പമേറിയ വിളികളാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം യോഹന്നാൻ അപ്പോസ്തലൻ വടിയും കുത്തി ഞായറാഴ്ച സഭായത്തിന് ചെല്ലുമ്പോഴേ അവര് പറയും അപ്പച്ചോ, നമ്മുടെ പാതയില്ല, അപ്പച്ചോ 2 വാക്കൊന്നും സംസാരിച്ചാട്ട്. പിന്നെ അപ്പച്ചൻ പറയും മക്കളെ ഒന്നും സംസാരിക്കാനൊന്നും വയ്യ, പല്ലെല്ലാം പോയി പടുവൃത്തനായിരിക്കും, മക്കളെ അധികം സംസാരിക്കാനൊന്നുമില്ല. ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. എനിക്ക് ഇതിൻ്റെ അകത്തൂടെ പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ എപ്പോഴും സ്നേഹിക്കണം. ഭൂമിയിൽ ലോകത്തിൽ സ്നേഹം വെളിപ്പെടുത്തിയ ഒരാപ്തവാക്യമാണ് ദൈവം സ്നേഹം തന്നെ. അത് യോഹന്നാനാണ് വെളിപ്പെടുത്തിയത്, ദൈവ സ്നേഹം തന്നെ. അതേ ഒരു സ്കൂളില്
ഇംഗ്ലണ്ടിലെ ഒരു സ്കൂളിലെ വാട്ടർ സ്കോട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി, വാട്ടർ സ്കോട്ട് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ ഇന്ന് ഒരു എക്സാമാണ്, കാനാവിലെ കല്യാണത്തിന് എന്താ സംഭവിച്ചതെന്ന് എഴുതാൻ പറ്റും. കാനാവിലെ കല്യാണത്തിന് ഒരു ഉപന്യാസം എഴുതാൻ പറ്റും. ഉടനെ നമ്മൾക്ക് ആണെങ്കിൽ എഴുതും, യേശുക്രിസ്തു കാനാവിലാട്ടം കൂടി എന്നപ്പോ പച്ചപ്പുൾ തകടിയിലങ്ങോട്ട് നിന്നപ്പോൾ സാഹിത്യം എഴുതുമല്ലോ. ഞാനും അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ ആദ്യമേ ബാലജന സഖ്യത്തിൽ പ്രസംഗിക്കുമായിരുന്നു. അപ്പൊ എന്റെ സാഹിത്യം കേൾക്കാൻ തന്നെ ആൾക്കാർ ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാൻ ആ പദങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ആൾക്കാർക്ക് മനസ്സിലായി. ചിലർക്കരുത് ഈ പ്ലാറ്റ്ഫോം എടുത്തോണ്ട് ഞാൻ 100 സാഹിത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ മനസ്സിലാകും. കർത്താവായ യേശുക്രിസ്തു സുവിശേഷം പറഞ്ഞ സാഹിത്യത്തില്ല. ഇത് സാഹിത്യം തന്നെ പഠിച്ചോണ്ട് വന്ന ആൾക്കാർക്ക് കേട്ടാൻ മനസ്സിലാകാത്ത നിലയിൽ അത് പൊട്ടാത്ത ഈ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് ആൾക്കാർക്ക് പിടികിട്ടുന്നില്ല. യേശുക്രിസ്തുവിന്റെ സംസാരം പ്രശ്നം കേക്ക്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അതിനകത്ത് സാഹിത്യമുണ്ട്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ ഈ വാട്ടർ സ്കോട്ട് ഉണ്ടല്ലോ, അവന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും അങ്ങോട്ട് വിന്യാസം അങ്ങോട്ട് എഴുതി. യേശു അങ്ങോട്ട് കാനാവിലെ കല്യാണത്തിൽ അങ്ങോട്ട് പാദം അങ്ങോട്ട് ചവിട്ടിയപ്പോൾ പച്ചപ്പോൾ തകടികളെല്ലാം കൂടെ വിടർന്ന് പുഷ്പങ്ങളെല്ലാം ഇങ്ങനെ വിടർന്നു. ഇങ്ങനെയൊക്കെ എഴുതി പേജ് ഇങ്ങനെ 50 പേജൊക്കെ എഴുതിയ ആൾക്കാരുണ്ട്. എന്നാൽ വാട്ടർ സ്പോട്ട് ഉണ്ടല്ലോ, ചുമ്മാ ഇരിക്കുക, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സമയം കേട്ട് ഇവനെ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഇവന് ആലോചിച്ച ശേഷം അവസാനം ഉണ്ടല്ലോ ഒരൊറ്റ വാചകം എഴുതി, എന്നിട്ട് പേപ്പർ മടക്കി. എന്നിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് അധ്യാപകൻ ഇങ്ങനെ ചൂടായി ദേഷ്യപ്പെട്ടിരിക്കുക. ഓരോരുത്തരുടെ പേപ്പറൊക്കെ അങ്ങോട്ട് വായിച്ചിട്ട് പുള്ളിക്കാരൻ അതെല്ലാം അങ്ങ് മാറ്റിയിട്ടു. കാരണം സാഹിത്യമാവട്ടെ. 50 കുട്ടികളുടെ മാറ്റി നോക്കി അവസാനം ഈ പയ്യനെ പിടിക്കുന്നത്. നീ വരാൻ പറഞ്ഞു. അവൻ ചെന്നപ്പോൾ അവൻ എഴുതെടുത്തിട്ട് വായിച്ചു നോക്കി. അവൻ എഴുതി ഇത്രയേ ഉള്ളൂ: യേശു ക്രിസ്തു സൃഷ്ടിയെ ഒന്ന് നോക്കി, വെള്ളം ദൈവത്തിന് സൃഷ്ടിയാണല്ലോ, വെള്ളത്തെ ഒന്ന് നോക്കി. വെള്ളത്തെ നോക്കിയപ്പം വെള്ളത്തിന് നാണം വന്നു. ഇത്രയേ ഉള്ളൂ. വെള്ളത്തിന് നാണം വന്നു പോയി. സൃഷ്ടാവ് സൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു നാണം ഉണ്ടായി. അതവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു. നിറം മാറിപ്പോയി കേട്ടോ, മുഖത്തിന് മാറ്റം ഉണ്ടായി. കാനാവിലെ കല്യാണം സംഭവിച്ചതാണ്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ അവിടെ സംഭവിച്ച മാറ്റമാണ് അവിടെ നടന്നത്. മഞ്ഞളിച്ചു പോയി, ചുമന്നു പോയി, നിറം മാറി, രുചി മാറി. കാനാവിലെ കല്യാണത്തിന്റെ ഒഴിഞ്ഞേർന്ന കൽപാത്രങ്ങളുണ്ടല്ലോ, ആർക്കും വേണ്ടത്. ആ കൽപാത്രങ്ങൾ വെള്ളിപ്പാത്രങ്ങളുടെയും പൊൻപാത്രങ്ങളുടെയും സ്ഥാനം പിടിച്ച് ആർക്കും വേണ്ടായിരുന്നു. അപ്പൊ അക്കോളം വെള്ളം നിറച്ചു. യേശു ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളം തീരായി. അതാണ് അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു. അവന് സമ്മാനം കിട്ടി. വാട്ടർ സ്കോട്ട് വലിയ ഒരു അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറി. അവനാണ് 1ാം സമ്മാനം കിട്ടിയത്. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് അതേ ലോകത്തിൽ സ്നേഹം വെളിപ്പെടുത്തി, കർത്താവ് സ്നേഹം വെളിപ്പെടുത്തി. ഒരാപ്തവാക്യമാണ് ദൈവം സ്നേഹം. നമ്മുടെ വീടിന്റെ വാതിക്കലൊക്കെ എഴുതി വെച്ചില്ലേ, ദൈവം സ്നേഹം തന്നെ. ഇവിടെ വായിക്കുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശുവിന്റെ കൂടെ നടന്ന യോഹന്നാൻ പറയുകയാണ്. ഇവരൊക്കെ പറഞ്ഞ പത്രത്തൊക്കെ പറഞ്ഞ അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായി വഞ്ചനയൊന്നും ഇല്ലായിരുന്നു. അവർക്ക് മനസ്സിലായി ഇവൻ സത്യദൈവം, നിത്യജീവൻ. അപ്പൊ യേശു ക്രിസ്തുവിനെ വ്യക്തമായി കൂടെ നടന്ന യോഹന്നാൻ പറയാണ്, അവൻ സത്യദൈവമാണ്, നിത്യജീവനാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചേ. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ കർത്താവ് എന്റെ ദൈവം. നമ്മുടെ തോമാച്ചനെ, അയ്യോ, തോമസ് എന്നുള്ള പേര് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആരൊന്നും എന്നെ കുറിച്ച് വിചാരിക്കില്ല കേട്ടോ. നമ്മുടെ പാസ്റ്ററുടെ പേരും സിബി തോമസ് എന്നാണ്. അതുപോലെ നമ്മുടെ തോമസ് ചാക്കോച്ചാനുണ്ട്. അവര് തോമസ് വരെ ഞാൻ കുറ്റം പറയല്ല. തോമസ് വലിയ ധൈര്യശാലിയായിരുന്നു. തോമസ് അതേ ലാസറിന്റെ വീട്ടിലോട്ട് പോകാൻ, ലാസറിന് മരിച്ചു എന്നറിഞ്ഞപ്പം, ദീനമായി കിടക്കുന്നു പറഞ്ഞപ്പോ പോകാന്ന് പറഞ്ഞപ്പം 4 ദിവസത്തെ പ്രോഗ്രാം മാറ്റി വെച്ചാണ് കർത്താവ്. ദീനമായി കിടക്കുന്നിട്ട് 4 ദിവസം മാറിപ്പോയെന്ന്. അത് കഴിഞ്ഞ് പറയാണ്, എന്റെ ദാസനായ ലാസർ നിദ്ര കൊള്ളുന്നു, നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു, ഉറങ്ങുകയാണെങ്കിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ തോമാച്ചൻ പറഞ്ഞാൽ അറിയോ, നാമും അവനോട് മരിപ്പാൻ തക്കൊണ്ട് പോകാം. അവിടെ ചെന്നാൽ മരണമാണ്, നാമും മരിക്കാൻ പോകാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെന്നിട്ടു. പല പ്രാവശ്യം പറഞ്ഞതാണ്, ഞാൻ ഉയർത്തെന്നേക്കുന്നു. ഇവരാരും ഒന്നും ശ്രദ്ധിക്കത്തില്ലേ. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമില് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ആർക്കറിയാം കേട്ടോ, നമ്മൾ കേൾക്കും. കേട്ടത് അധികം ഒഴുകിപ്പോയിരിക്കേണ്ടതിന്
അധികം ശ്രദ്ധയോടെ കരുതണം. അപ്പം ഞാൻ മരിച്ചിട്ട് ഉയർത്തെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാ. 3-ാം ദിവസം ഉയർത്തേക്കുന്ന് യേശു ഉയർത്തെഴുന്നേറ്റു. പലരും കണ്ട ആദ്യം കണ്ട ആരെന്നറിയോ? മഗ്ദലക്കാരത്തി മറിയ. ആ മർക്കോസിന് ശേഷം 16-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യം മഗ്ദലക്കാരത്തി മറിയ അവനെ കണ്ടു. 14 പ്രാവശ്യം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കണ്ട ആൾക്കാരുണ്ട്. അതേ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യേശുവിന്റെ സഹോദരൻ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. പലർക്കും പ്രത്യക്ഷപ്പെട്ടു. എല്ലാം കൂടി 14 പ്രാവശ്യം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഉണ്ടായിട്ടുണ്ട്. തോമാച്ചൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കരുത്, ഞാൻ എന്റെ കൈ അവന്റെ ആണിപ്പഴുതേറ്റ കരങ്ങളിൽ ഇടാതെയും അവന്റെ വിലാപ്പുറത്തിടാതെയും ഞാൻ വിശ്വസിക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ വിചാരിക്കണം കേട്ടോ. യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെടുന്നതായി ഉയർത്തെഴുന്നേറ്റെങ്കിലും യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അത് സ്വർഗത്തിൽ നിന്ന് കൊടുത്ത മനുഷ്യത്വമാണ്. ആ സ്വർഗീയ മനുഷ്യത്വമാണ്. അത് നഷ്ടപ്പെട്ടില്ല. സ്വർഗം ചെല്ലുമ്പോൾ നമ്മുടെ യേശുവിന്റെ ആണിപ്പഴുതേറ്റ കരം കാണാം, വിലാപ്പുറം എല്ലാം കാണാം. കാരണം യേശുവിന്റെ ആ മനുഷ്യത്വം ഇന്നും ഉണ്ട്. കാരണം സ്വർഗം ചെല്ലുമ്പോൾ നമ്മുടെ സഹോദരിമാരില്ലേ, അവർ പറയും എന്റെ മിടുക്കൊണ്ട ഞാൻ എന്താ വന്നതെന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന ആ സഹോദരിമാരുണ്ട്. സ്വർഗത്തിൽ അങ്ങോട്ട് ചേർത്ത് പറയും, ആ ശോച്ചാമ്മ നീ എങ്ങനെ വന്നത്? അത് എന്റെ മിടുക്ക്, ഞങ്ങൾക്ക് കുടുംബം ആരാന്നറിയാമോ, എന്റെ മിടുക്കൊണ്ട. ഇങ്ങനെ പറയുമ്പോൾ കർത്താവിന്റെ ആണിപ്പഴുതേറ്റ കരം കാണിക്കും. മോളെ നീ അങ്ങനെയാണോ വന്നത്? നിനക്ക് വേണ്ടി കാൽവരിയിൽ കഷ്ടപ്പെട്ടതിന്റെ പാടാണ്. ആരും പറയാൻ പോകുന്നില്ല. അതല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. യേശു ക്രിസ്തുവിന്റെ ആണിപ്പഴുതേറ്റ പാടിന്നുകൊണ്ട് അവന്റെ വിലാപത്തിന്റെ പാടുകൾ ഇന്നുകൊണ്ട് തോമാച്ചൻ പറഞ്ഞു, ഞാൻ അവനെ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ല. അവനും പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ നമ്മളോടാണെങ്കിൽ പറഞ്ഞു അവനെന്റെ പാടിന് പോട്ടെന്ന് പറഞ്ഞു. അവനെ അല്ലെങ്കിൽ പണ്ട് ഗുണമില്ലാത്തവനാ എന്നൊക്കെ പറഞ്ഞ് ക്രൂശന്റെ ചോദിച്ചു ഓടിപ്പോയെന്നൊക്കെ പറഞ്ഞു. എന്നാൽ അവനും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. തോമാച്ച എന്റെ ആണിപ്പഴുതേറ്റ കരം കാണാൻ പറഞ്ഞു. നീ എന്റെ വിലാപ്പുറം കാണ്. അപ്പൊ തോമാച്ചൻ പറയാണ്, എന്റെ കർത്താവ്, എന്റെ ദൈവമേ. എന്താ ദൈവമക്കളെ സ്തോത്രം പറയാത്തത്? എന്റെ കർത്താവും എന്റെ ദൈവമേ. യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് ആ തോമസ് ആണ് ഇന്ത്യയിൽ കടന്നു വന്ന മൈലാപ്പൂരിൽ അതേ താന് രക്തസാക്ഷിയാണ് മരിച്ചത്. ഈ ചില വാക്യങ്ങൾ വായിച്ചു വിടാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തിരിച്ചു പോകണ്ടെന്നേ. നമ്മൾ എന്തോ ചെയ്യാനാ? അവിടെ ഇപ്പം 9-10 മിനിറ്റേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് മുന്നോട്ട് കൂടിപ്പോയാലും അയ്യോ സമയമായില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. ദൈവത്തിന്റെ വചനം, യേശു ക്രിസ്തുവിന്റെ കൂടെ ഇന്ന ആൾക്കാര് 3 ദിവസമൊക്കെയാ ദൈവത്തിന്റെ വചനം കേട്ടോണ്ടിരുന്നത്. എന്നിട്ട് അവർക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച 2 വാക്യം പെട്ടെന്ന് വായിച്ച ആവശ്യം യെശയ്യാ 9:6 ഇനി വായിക്കുന്നില്ല. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യെശയ്യാ പ്രവാചകൻ വെളിപ്പെട്ടു. ജനിക്കാൻ പോകുന്ന ശിശു ആരാന്നറിയാമോ? വീരനാം ദൈവമാണ്. അവൻ നിത്യപിതാവാണ്. വീരനാം ദൈവം. പിതാവായ ദൈവം എന്ന് മുതലുണ്ടോ അന്ന് മുതൽ പുത്രനുണ്ട്. ഒരു പോയിന്റിൽ നിന്ന് കൂടെ അങ്ങ് വരയ്ക്കുകയാണെങ്കിൽ പുത്രന് അതേ ഇടയ്ക്ക് വന്നതല്ല. പിതാവായ ദൈവം എന്ന് മുതലുണ്ടോ അന്ന് മുതൽ പുത്രനുമുണ്ട്. അപ്പൊ അവൻ വീരനാം ദൈവം. വാക്യങ്ങൾ വായിച്ചുവിടാം. 1 തീമോഥെയോസ് 3:16 സമയമായി. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ സമ്മതമാവണ്ണം വലിയതാകുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതിന് അവൻ എന്നുള്ള സ്ഥാനത്ത് ഇംഗ്ലീഷിൽ ഗോഡ് കേട്ടോ. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടെന്നാ അതിനകത്തിരിക്കുന്നത്. അത് മലയാളത്തിൽ വന്നപ്പോ അവനെന്നായിപ്പോയി. അവനെന്നുള്ള പദത്തിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് ബൈബിൾ നോക്ക്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ് ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ടത്. ഇനി അതിനെക്കുറിച്ചുള്ള വിശദീകരണം യോഹന്നാന്റെ സുവിശേഷം 1:14 വായിച്ചു. വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു. വചനം എന്ന് ഉദ്ദേശിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതിന്റെ ഗ്രീക്ക് കൊടുത്ത ലോഗോസ് എന്നാണ്. വചനം ജഡമായി തീർന്നു. ദൈവസ്തോത്രം. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യം. കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. അവന്റെ മടിയിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവൻ വെളിപ്പെട്ടിരിക്കുന്നു. സാധു സമയമില്ല. സാധു സുന്ദരസിംഗൻ ദൈവം വെളിപ്പെട്ടു. ഇന്നും അനേകർക്ക് ദൈവം വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവസ്തോത്രം. ഒറ്റ വാക്യം നമുക്ക് അവസാനിപ്പിക്കാണ്. അടുത്ത ആഴ്ചയിൽ നമുക്ക് 10ാമത്തെ വാക്യം തിരിക്കാം. അതായത്
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കാണ്. ഞാൻ അത് കൈ കൊടുത്തില്ല. റോമലേഖനം 9:5 വായിച്ച് ഏർപ്പെടുത്തി വായിച്ചു. റോമർ 9:5. റോമർ 9:5. നിങ്ങൾ വളരെ മിടുക്കനാണല്ലോ. തന്നെ ജഡപ്രകാരം ക്രിസ്തു അവനിൽ നല്ല ഉത്ഭവിച്ചത്, അവൻ സർവ്വശക്തിയുടെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അവൻ സർവ്വശക്തിയായി ജഡപ്രകാരവും ക്രിസ്തുവും യഹൂദജാതിയിൽ നല്ലോ ജനിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവം. ഇതിൽ കൊള്ളിഞ്ഞ് 100 കണക്കിന് വാക്യങ്ങളെടുത്ത് തെളിയിപ്പാൻ തക്കണം എന്റെ കയ്യിലുണ്ട്. 100 കണക്കിന്. നമ്മൾ അതെടുത്ത വെളിപ്പാട് മുന്നോട്ട് പോകത്തില്ല. യേശു സർവത്തിനും മീതെ ദൈവമാണ്. ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആദ്യമായി നമ്മുടെ ഇനിയും ഒരു പാട്ട് പാടും. അതിനുശേഷം കളിപ്പാട്ട് നിന്ന് നമ്മുടെ ലിജിയും പെരുമാറും ഒരു പാട്ട് പാടി നമ്മുടെ യോഗ അവസാനിപ്പിക്കാം. പാടാം. മിനി ആണ് എന്നാ പറയാൻ കേട്ടോ. യേശു വനമേഘത്തിൽ ദൂതരുമായി വന്നിടും, ഞാൻ പറന്നു പോയിടും പ്രിയൻ സന്നിധാനത്തിൽ. യേശു വനമേഘത്തിൽ ദൂതരുമായി വന്നിടും, ഞാൻ പറന്നു പോയിടും പ്രിയൻ സന്നിധാനത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദുഃഖമെല്ലാം നീങ്ങിടും, കണ്ണുനീർ തുടച്ചിടും, പ്രിയന്മാർ ചാടുമ്പോൾ എന്തോരാനന്ദമെന്ന്. ദുഃഖമെല്ലാം നീങ്ങിടും, കണ്ണുനീർ തുടച്ചിടും, പ്രിയന്മാർ ചാടുമ്പോൾ എന്തോരാനന്ദമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കുന്ന ആവിക്കും രൂപാന്തരം വേഗം നാ പറന്നു പോ. മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കുന്ന പ്രാപിക്കും രൂപാന്തരം വേഗം നാ പറന്നു പോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബെയൂരായി തീരത്തിൽ നിത്യമായി